ഫ്രണ്ട്സ്, കമ്പിളി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിന്റെ 27ാമത്തെ ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നു പോയിട്ട് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ആയിരുന്നു വിരുന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിരുന്താണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കയറി കാണുക. പിന്നെ എല്ലാവരും മറക്കാതെ ഞാൻ ഈ പറയുന്ന ടൈമിൽ തന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാൻ മറക്കരുത്. എന്താ പറയുക, വിരുന്നിൻ്റെ ഒരു വിശേഷം തന്നെയാണ് മൊത്തത്തിൽ. ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയാണ് ഉറക്കം എണിച്ചത്. അപ്പച്ചീൻ്റെ അവിടുത്തെ ചവിട്ടി എണിപ്പിക്കുകയും ലാസ്റ്റ് ചെയ്ത ബീഫ് മേടിക്കാനായിട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് പോയി ബീഫ് മേടിക്കാനൊക്കെ പോയപ്പോൾ പെട്ടെന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തേക്കാന്ന് വിചാരിച്ച് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നതാണ്. ഫുള്ളൊരു വലിയ വിരുന്നിൻ്റെ ഒരു ആഘോഷവും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. ഉറക്കം എണീക്കാൻ വൈകിപ്പോയതിൻ്റെ പേരിൽ എന്നെ ചവിട്ടി എണീപ്പിച്ച് പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഞാൻ ബീഫ് മേടിക്കാനായിട്ട് ആറ്റിങ്ങിൽ പോയിട്ട് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ നല്ല മഴയായിരിക്കുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം അന്തരീക്ഷം നല്ലതായിരുന്നു. എന്നിട്ട് ഞാൻ ബീഫൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പച്ചി എന്തെങ്കിലും ഉണ്ടാക്കി? അപ്പച്ചി ചിക്കൻ എവിടെ വെച്ചാ? അപ്പച്ചി ഇപ്പൊ എന്തിനാണ് ഉണ്ടാക്കണം? അമ്മ എന്തെങ്കിലും ഉണ്ടാക്കും? അമ്മ ഒന്നും ചെയ്യില്ല. ശർക്കര ഉരുക്കി അരിച്ചു തരാം. ഇപ്പൊ അരിച്ചു തരാമോ? ശർക്കര ചിക്കൻ ശർക്കര ഉരുക്കി അടുപ്പിൽ ഒഴിച്ചു. ആഹാ. അച്ഛാമ്മ അമ്മയടുത്ത് കടല പായസത്തിനായിട്ട് എന്തോന്നും ശർക്കര ഉരുക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ശർക്കര ഉരുക്കി നേരെ മറ്റേ അടുപ്പിലൊഴിച്ചെന്നൊക്കെയാണ് അച്ഛാമ്മ ഈ പറഞ്ഞത് കേട്ടാ. എന്നിട്ട് അച്ഛാമ്മ എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് അറിഞ്ഞൂടാ. നേരെ കുക്കറിലോട്ട് കടല വേവിച്ച് ആ സമയത്തൊന്നും ഞാൻ അവിടെ ഇല്ലായിരുന്നു. എനിക്ക് അതുകൊണ്ട് എത്ര ഫിസിൽ കേട്ടാണ് ഇത് വെന്തതെന്നോ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. എന്തായാലും കടലയൊക്കെ വേവിച്ചിട്ട് അച്ചാമ്മ അടുപ്പിൽ സെറ്റ് ചെയ്യണം. അപ്പം അച്ഛനടുത്ത് ചോദിച്ചു ഇത് ഈ കടലപ്പായസം ആവാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛാമ്മ പറഞ്ഞത് 3 മണിക്കൂർ. നല്ല കടലപ്പായസം നല്ലോണം സെറ്റായി വരാനായിട്ട് 3 മണിക്കൂർ വേണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് 3 മണിക്കൂർ ഇങ്ങനെ കൈ എടുക്കാതെ ഇത് കിണ്ടിക്കൊണ്ടേയിരിക്കണം. ഇത് പെട്ടെന്ന് കടലപ്പായസം അടി പിടിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അത്യാവശ്യം നല്ല തീയും വേണം എന്നൊക്കെയാണ് അച്ഛാമ്മ പറഞ്ഞത്. അപ്പോൾ ആ അച്ഛാമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാനും പോയി കുറേ നേരം സഹായിച്ചു കൊടുത്തു. പിന്നെ അനിയൻ വന്ന് സഹായിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സഹായിച്ചു. 3 മണിക്കൂർ അച്ഛാമ്മനെ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ചെന്ന് കിണ്ടി അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അച്ചാമ്മരുന്ന് കിണ്ണാണ്ടി അച്ചാമ്മ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. എനിക്ക് പാവം തോന്നി. ഞാനും കൂടി പിന്നെ കുറേ നേരം അവിടെ പോയിരുന്ന് വീഡിയോ എടുത്ത് അച്ചാമ്മടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അച്ചാമ്മ ശർക്കര ഒഴിക്കാനുള്ള സമയമായി. അപ്പോഴത്തേക്ക് അമ്മ കൊണ്ടുവന്ന് ശർക്കര ആവശ്യത്തിന് ഉരുക്കി വെച്ച ശർക്കര കൊണ്ടുവന്നു. ശർക്കര പാണി എന്നാണ് കേട്ടോ പറയുന്നത്. ശർക്കര പാണി ഉരുക്കി ഒഴിച്ച ആവശ്യത്തിനുള്ള ഒഴിച്ച കടലപ്പായസത്തിന് നല്ല ഇനിപ്പ് വേണമെന്ന് അച്ചാമ്മ പറഞ്ഞത്. അച്ചാമ്മ കടല പായസം നെയ്യ് ഒഴിക്കുന്നതുകൊണ്ട് അച്ചാമ്മ കുടിക്കത്തില്ല. അച്ചാമ്മ അതുകൊണ്ട് അച്ചാമ്മയ്ക്ക് അല്ലെങ്കിൽ ഷുഗറൊക്കെയാണ്. അപ്പോഴത്തേക്ക് അച്ചാമ്മ ഇനിപ്പുള്ള വലിയ സാധനങ്ങളൊന്നും കുടിക്കില്ല. എന്നാൽ ചോദിക്കും ഒട്ടും പഞ്ചസാര കൂട്ടത്തില്ലെന്ന്. പക്ഷേ പഞ്ചസാരയൊക്കെ കൂട്ടും, പക്ഷേ നെയ്യുള്ള അച്ചാമ്മ നെയ്യൊന്നും കൂട്ടത്തില്ല. അതുകൊണ്ട് അച്ചാമ്മ ഇതൊന്നും കൂട്ടത്തില്ല. അതുകൊണ്ട് അച്ചാമ്മ നല്ല രീതിക്ക് ശർക്കരയൊക്കെ ഉരുക്കി ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അതിന് ശേഷം അനിയനും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അനിയനും വന്ന് കിണ്ടി തുടങ്ങി. കിണ്ടി അപ്പോൾ അച്ചാമ്മ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണം, അല്ലാതെ ഇന്ന ജോലി അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ജോലി ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അനിയനും കിണ്ടി കൊടുക്കുകയാണ് കേട്ടോ. ഞാനും കുറേ നേരം കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി എൻ്റെ കൈയും പുള്ളി കേട്ടോ. പറ എന്ന് അവർ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ പച്ചിന്ന്? ബീഫുണ്ട്, ചിക്കനുണ്ട്, കടലപ്പായസമുണ്ട്, ചപ്പാത്തി, അപ്പം, ചോറ്, കിഴങ്ങ വെച്ചത്, പിന്നെ എല്ലാം കൂടെ ഉള്ളൊരു ചോറിന് കറി, പരിപ്പുണ്ട്, സലാഡുണ്ട്, പപ്പടമുണ്ട്, പിന്നെ അച്ചാറുണ്ട്.
അപ്പോൾ ഇതാ കടലപ്പായസം ഏകദേശം കുറുകി ഒന്ന് സെറ്റ് ആയിട്ടുണ്ടെന്ന് അച്ചാമ്മ പറഞ്ഞു. അപ്പോഴത്തേക്ക് അത് 2ാം പാലൊഴിച്ച് നല്ലോണം കുറുകി വന്നിട്ട് 1ാം പാലൊഴിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അച്ചാമ്മ 2ാം പാലൊഴിച്ചു. എന്നിട്ട് ഇനി കുറേ നേരം കൂടി കിടന്ന് ഇത് ഉച്ചക്കൂടി ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ 1ാം പാലും കൂടി ഒഴിക്കണമെന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെയോ അച്ചാമ്മ പറഞ്ഞു. എന്നിട്ട് അതും കൂടി ചെയ്തിട്ട് കടലപ്പായസം ഇറക്കി മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ നേരെ ഒരു കാര്യത്തിൽ പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടിയൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് കാര്യമായിട്ട് വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതാ പോകാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് ഞാൻ എന്താ ആവശ്യമുള്ള ഫ്രൂട്ട്സും ഐസ്ക്രീം അങ്ങനെ കുറേ ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഇതാ എല്ലാ ഫുഡും ഇങ്ങനെ നിരത്തി വെച്ചേക്കണം കേട്ടോ. ചിക്കനും ബീഫും അത് പരിപ്പ്, സലാഡ്, സ്വീറ്റ്സ്, അങ്ങനെ കുറേ പഴം, പിന്നെ കിഴങ്ങ്, അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. പിന്നെ ബാക്കി എല്ലാം കൂടി എടുത്ത് അവിടെ വയ്ക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രം അപ്പച്ചി എടുത്ത് വെച്ച സാധനങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അല്ല മൊത്തത്തിൽ വെച്ചിട്ടൊരു വീഡിയോ ആ സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ബീഫും അങ്ങനെയൊക്കെ എല്ലാം കൂടി കൊണ്ട് വെച്ചതെല്ലാം കൂടി ഞാൻ ഒരു വീഡിയോ ആക്കി പെട്ടെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫുഡെല്ലാം കൂടി അവരുടെ ടേബിളിൽ ഫുള്ള് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് ഇഷ്ടാനുസരണം എടുത്ത് കഴിച്ചോട്ടെ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.